ഗൈസ് എൻ്റെ കൂടെ റൂമിൽ ഇപ്പോൾ പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട് ഗൈസ്. ഇതാരാ എന്തോ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. മെനങ്ങാന്ന് ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ വില്ലയിലോട്ട് തിരിയുന്നതിൻ്റെ റോഡിൻ്റെ അങ്ങ് മൂലയ്ക്ക് ഒരു സൈഡിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഈ കോലത്തിലൊന്നും അല്ലല്ലോ, ഭയങ്കര വൃത്തികെട്ട ഒരു കോലത്തിൽ ഒരുമാതിരി ബസന്തിയെ പോലെ അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ വെറുതെ പോയി ഇങ്ങനെ തുത്തുടു എന്ന് 2 തുത്തുടുമൊക്കെ വിളിച്ചിട്ട് 2 തടവിട്ട് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പോന്നു. ഞാൻ അവിടെ നിന്ന് നടന്നിങ്ങനെ എൻ്റെ വലിയവരുടെ ഡോറിൻ്റെ അവിടെ വരെ എത്തുന്നതിന് മുന്നേ കൊണ്ട് അങ്ങൊന്ന് നിലവിളിച്ചോണ്ട് വരുന്ന ഒരാൾ എന്നെ പിന്തുടർന്ന്. ഇത് എന്നാടാ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ വന്ന് വലിയയുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചാൽ എന്തുവാ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ഒരു അനക്കമില്ല, എന്നെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നു. ശരി എന്നാൽ എന്തെങ്കിലും ആയിക്കോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വില്ല ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ട് ഡോറ് തുറന്ന് അകത്തും കയറി. എന്നിട്ട് ബാക്കി പിള്ളേർ അവരുടെ റൂമിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ റൂം ഓപ്പൺ ചെയ്തപ്പോൾ നേരെ എൻ്റെ റൂമിനകത്ത് വന്ന് കയറി. എന്തായിരുന്നാലും വന്നതല്ലേ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി ഞാൻ കുളിപ്പിച്ചു. അങ്ങനെ കുളിപ്പിച്ച് ഒക്കെ എടുത്തോണ്ട് വന്നു. കുളിപ്പിക്കാൻ നിന്നപ്പോഴും അതിശയകരം എന്ന് പറയട്ടെ, ബാക്കിയുള്ള പൂച്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പൂച്ച അനങ്ങിയിട്ടില്ല ഗൈസ്. അനങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു ശകലം പോലും ദേഹത്ത് വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൂച്ചയുടെ ഒരു റിയാക്ഷനും ഇതിനില്ലായിരുന്നു. അത്ര കൂൾ ആൻഡ് കാമായിട്ട് അതിങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ നീ എന്നെ കുളിപ്പിച്ചോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കുളിക്കുന്ന ഒരു സീനിൽ. ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങ് ഫ്ലേറ്റായി. അപ്പൊ എനിക്കത് ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇച്ചിരി പിന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് സുന്ദരിയാക്കി റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ ചോറും പ്രോൺസും ഒക്കെ തിന്നു. പിന്നെ വൈകിട്ട് ഞാൻ പാല് കാച്ചി കൊടുത്തു. എൻ്റെ കൂടെ അല്ല, റൂമിൽ കിടന്ന് ഉറങ്ങി. എവിടെ അയച്ചു പോയെന്നൊന്നും എനിക്കറിയാൻ വയ്യ. റൂമിനകത്ത് അവിടെ പോയിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയാൻ വയ്യ. നാറ്റടിക്കുമ്പോൾ അതിനെ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ ഇത് എൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിന് ഇതുവരെ പേരിട്ടിട്ടില്ല. പെമ്പൂച്ചയാണെന്നാണ് എൻ്റെ ഒരു ഗസ്. സോ ഇവക്ക് പറ്റിയ ഒരു പേര് സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഐ എം വെയിറ്റിംഗ്. അങ്ങനെ എനിക്ക് പുതിയൊരു കളിക്കൂട്ടുകാരിയെ കിട്ടി.